ആക്രമണം അവസാനിപ്പിക്കാൻ ഇറാനും അമേരിക്കയും തമ്മിൽ ധാരണയായതായി റിപ്പോർട്ട്. ഇരു രാജ്യങ്ങളുടെയും നയതന്ത്ര പ്രതിനിധികൾ തമ്മിൽ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ നാളെ ചർച്ച നടത്തും. ഹോർമുസിലെ കപ്പൽ ഗതാഗതം സംബന്ധിച്ച് തർക്ക വിഷയം ചർച്ചയാകും. വിവരങ്ങളുമായി മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് ചേരുന്നത്. മധു, ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് ഈവനിംഗ്. ആക്രമണം അവസാനിപ്പിക്കാൻ ഇറാനും അമേരിക്കയും തമ്മിൽ ധാരണയായി എന്നുള്ള റിപ്പോർട്ട് വരും. നമ്മളിത് പലതവണ കേട്ടതാണ്. ഇതിൽ ഇത്തവണത്തെ ആ ഒരു പ്രതീക്ഷ അതെങ്ങനെയാണ്? ഇത്തവണയെങ്കിലും അത് നടപ്പിലാകുമോ? ഹാഷ്മി, നമുക്ക് ഉറപ്പിക്കാമോ എന്ന് ചോദിച്ചാൽ നാളെ അത് ചിലപ്പോൾ മാറിയെന്നിരിക്കും. അതുകൊണ്ട് ഇപ്പൊ അവര് ഹോർമൂസ് കപ്പലുകൾക്ക് സുരക്ഷിത പാത ഒരുക്കാനും അതുപോലെ നാളെ ദോഹയിൽ വെച്ച് ചർച്ച നടത്താനുമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമമായ ആക്സിയോസ് ആണ് ഈ ന്യൂസ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. നേരത്തെ ഈ 2 ആഴ്ചയായിട്ട് നിലനിന്നിരുന്ന വെടിനിർത്തൽ കരാറ് അത് തകരുമെന്ന ഒരു ഘട്ടം എത്തിയിരുന്നു. അന്നേരമാണ് ഈ 2 രാജ്യങ്ങളും ഇപ്പോൾ ഒരു പുതിയ ധാരണയിൽ എത്തിയിരിക്കുന്നത്. അതായത് ഈ ഒരു ചരക്ക് കപ്പലിന് നേരെ ഒരു ആക്രമണം ഉണ്ടായതിനെ തുടർന്നാണ് ഈ ഹോർമൂസ് കടലിടുക്കിൽ വീണ്ടും ഈ സംഘർഷം ഉണ്ടായത്. നേരത്തെ ഈ 2 കപ്പലുകൾക്ക് നേരെ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയതായിട്ട് US സൈന്യം കുറ്റപ്പെടുത്തിയിരുന്നു. എന്നാൽ ഈ ആക്രമണങ്ങളുടെ ഒന്നും ഉത്തരവാദിത്വം ഇറാൻ ഇതുവരെയും ഏറ്റെടുത്തിട്ടില്ല. അതേസമയം ഹോർമൂസ് കടലിടുക്ക് അതിലൂടെയുള്ള ഈ കപ്പൽ ഗതാഗതം അത് നിയന്ത്രിക്കാനുള്ള പൂർണ്ണ അധികാരം അത് ഇറാൻ ആണെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി ഇന്നലെയും കൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഈ അമേരിക്കയും ഇറാനും തമ്മിൽ നിലനിന്നിരുന്ന ഈ താൽക്കാലിക വെടിനിർത്തൽ ധാരണകൾക്ക് കനത്ത തിരിച്ചടിയായി മറുവശത്ത് ഇരുപക്ഷവും നല്ല വ്യോമാക്രമണം നടത്തുന്നുണ്ട്. ഇന്നലെ 2 രാജ്യങ്ങളും തമ്മിൽ പല പ്രാവശ്യം സൈനിക ഏറ്റുമുട്ടലുകൾ നടന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. അമേരിക്കൻ സൈന്യം നടത്തിയ ആക്രമണങ്ങൾക്ക് ശക്തമായ പ്രത്യാക്രമണം നടത്തിയതായിട്ട് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വ്യക്തമാക്കി. അവർ കുവൈറ്റിലെ അലി അൽ സലേം എയർബേസിലെ US സൈനിക കേന്ദ്രവും അതുപോലെ ബഹ്റൈനിലെ US 5ാം കപ്പൽപ്പടയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലുമാണ് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് അതുപോലെ ഡ്രോണുകൾ ഉപയോഗിച്ചുമൊക്കെ ആക്രമിച്ചത്. ഇത് അവരുടെ ഇറാൻ കേന്ദ്രങ്ങൾക്ക് നേരെ കഴിഞ്ഞ ദിവസം അമേരിക്ക നടത്തിയ സൈനിക നീക്കങ്ങൾക്കുള്ള ഒരു മറുപടിയാണെന്നാണ് IRGC പറയുന്നത്. അപ്പോൾ ഒരു വശത്ത് ഈ ആക്രമണം നടക്കുമ്പോൾ മറുവശത്ത് ഇത് നിർത്താനുള്ള ചർച്ചകൾ നാളെ ദോഹയിൽ ആരംഭിക്കും. നമുക്ക് പ്രതീക്ഷയോടിരിക്കാം.